നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ജീവനക്കാരുടെ രോഗാവധി സംബന്ധിച്ച നിയമങ്ങളിൽ കടുത്ത മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. മെർസ് ഭരണകൂടം ഇതിനായി പുതിയ നിയമനിർമ്മാണം നടത്തുകയാണ്. ജോലിയിൽ ആളുകളുടെ ഹാജരില്ലായ്മ കുറയ്ക്കാനും രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യ ദിനം തന്നെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിലവിൽ രോഗം വന്ന് തുടർച്ചയായി 3 ദിവസത്തിന് ശേഷം, അതായത് 4-ാം ദിവസം മുതലാണ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയെന്ന നിയമം ഉള്ളത്. ഇതിനാണ് മാറ്റം വരുത്തുന്നത്. ഇനി മുതൽ രോഗം ബാധിക്കുന്ന 1-ാം ദിവസം തന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. എന്നാൽ കമ്പനി തരത്തിലുള്ള കരാറുകൾ വഴി ഇതിന് മാറ്റങ്ങൾ വരുത്താൻ തൊഴിലുടമകൾക്ക് സൗകര്യമുണ്ട് താനും. ഫോൺ വഴിയുള്ള സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. കോവിഡ് കാലം മുതൽ ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഫോൺ വഴി ഡോക്ടറെ വിളിച്ച് ലളിതമായി ലഭിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് സംവിധാനം ഇനി മേലിൽ ലഭിക്കില്ല. അത് മാത്രമല്ല, വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് കടുത്ത ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. ഡോക്ടർമാർ വഴി വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത് തടയാൻ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഹൗസ് ബിൽഡും കാറ്റഗറിയിൽ എത്തിയിട്ടുള്ള ഒട്ടനവധി യുവജനങ്ങൾ ഇത്തരത്തിൽ കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ മുൻപും പറഞ്ഞിരുന്നു. ഇത്തരക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രതിരോധ നടപടിയാണ് സർക്കാരിന്റെ പുതിയ നിയമം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രോഗാവധി എടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രതിവർഷം ശരാശരി 23 മുതൽ 25 ദിവസങ്ങൾ വരെയാണ് ഇത് നീണ്ടുപോകുന്നത്. ഇത് ജർമ്മൻ സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് ചാൻസലർ ഫ്രെഡറിക് മെർസ് വിലയിരുത്തുന്നത്. എന്നാൽ പുതിയ നിയമം ക്ലിനിക്കുകളിൽ വൻ തിരക്കിന് വഴിവെക്കുമെന്നും യഥാർത്ഥ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വീഡിയോ കൺസൾട്ടേഷൻ തുടരണമോ എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതോടെ വ്യക്തമാവുകയുള്ളൂ. ബെർലിനിലെ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ആഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണം നടത്തിയ ശേഷം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിമറഞ്ഞ പ്രതി അബ്ദുൾ ബലൂട്ടിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് വഴിത്തിരിവായത് സ്വന്തം കുടുംബമാണ്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ഭീകരനായ ബലൂട്ടിനെ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെ പ്രതിയുടെ പിതാവ് തന്നെയാണ് മകനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഈ സുപ്രധാന വിവരമാണ് പ്രതിയെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ജൂലൈ 17-ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ഇടുക്കി അട്ടപ്പള്ളം കുന്നത്തുപതിയിൽ ജിൻസൺ കുര്യൻ എന്ന 31-കാരന്റെ സംസ്കാരം ജൂലൈ 31-ന് നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30-ന് 6-ാം മൈൽ IPC ഹെബ്രോൺ ചർച്ച് സിമിത്തേരിയിൽ സംസ്കരിക്കും. ഫ്രാങ്ക്ഫർട്ടിൽ IT എഞ്ചിനീയർ ആയിരുന്നു ജിൻസൺ. ഫ്രാങ്ക്ഫർട്ടിലെ സംഘടനാ പ്രവർത്തകനായ കോശി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ജർമ്മനിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ എത്തിച്ചത്. എയർ ഇന്ത്യ വിമാനത്തിൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ന്യൂഡൽഹി വഴി വ്യാഴാഴ്ച വൈകുന്നേരം കൊച്ചിയിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വഭവനത്തിൽ കൊണ്ടുവന്നു. IT എഞ്ചിനീയറായ ഭാര്യ റോണ ഡേവിസ് തൃശൂർ അരീക്കാട്ട് കുടുംബാംഗമാണ്. കുമളി അട്ടപ്പള്ളം കുന്നത്തുപതിയിൽ KJ കുര്യന്റെയും ജാൻസി കുര്യന്റെയും മകനാണ് പരേതൻ. സഹോദരങ്ങൾ ജെയ്സൺ കുര്യൻ ജർമ്മനി, ജെയ്സി കുര്യൻ ഖത്തർ. ഫ്രാങ്ക്ഫർട്ട് ബെഥൽ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് സഭയിലെ സജീവ അംഗമായിരുന്ന ജിൻസന് ജർമ്മനിയിലെ ഒട്ടനവധി സഭാംഗങ്ങളും സുഹൃത്തുക്കളും ബുധനാഴ്ച ഫ്രാങ്ക്ഫർട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റിലേക്ക് ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നിവയിൽ 4 വർഷത്തെയോ 3 വർഷത്തെയോ ബിരുദം നേടിയിരിക്കണം. ടൂറിസം ബിരുദങ്ങൾ പരിഗണിക്കുന്നതല്ല. അളഗപ്പ യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദങ്ങൾ പരിഗണിക്കുന്നതല്ല. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. വിശദമായ CV-യും വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയം, പാസ്പോർട്ട്, ഭാഷായോഗ്യത എന്നിവയുടെ പകർപ്പുകൾ സഹിതം നോർക്ക റൂട്ട്സ് അല്ലെങ്കിൽ www.norcaroots.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ്. കുറഞ്ഞത് 2500 യൂറോയാണ് പ്രതിമാസ ശമ്പളം. മുൻപ് സമാന തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവർ ഇനി അപേക്ഷിക്കേണ്ടതില്ല. നിലവിൽ വിദേശ രാജ്യങ്ങളിലോ ക്രൂയിസ് കപ്പലുകളിലോ ജോലി ചെയ്യുന്നവരെയും പരിഗണിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഷെഫ് തസ്തികയിൽ നിലവിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നതിന്
ജർമ്മൻ ഭാഷാ യോഗ്യത അനിവാര്യമല്ല. പ്രായപരിധി 35 വയസ്സാണ്. നിലവിൽ ജർമ്മൻ ഭാഷാ യോഗ്യത ഉള്ളവർക്ക്, അതായത് A1, A2, B1, B2 മുൻഗണന ലഭിക്കുന്നതാണ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 12 മാസത്തോളം നീളുന്ന B1 വരെയുള്ള ജർമ്മൻ ഭാഷാ പഠനത്തിന് തയ്യാറാകുന്നവരാകണം അപേക്ഷകർ. B1 വരെയുള്ള ജർമ്മൻ ഭാഷാ പരിശീലനം, യോഗ്യതകളുടെ അംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ, വിസ പ്രോസസിംഗ്, ജോബ് മാച്ചിംഗ്, അഭിമുഖങ്ങൾ, ജർമ്മനിയിലേക്ക് എത്തിയ ശേഷമുള്ള ഇന്റഗ്രേഷൻ, താമസ സൗകര്യം, കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം പദ്ധതി വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിന്റെ 0471 277 0536 539 540 577 എന്നീ നമ്പറുകളിലോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800 425 39 39 അല്ലെങ്കിൽ 0091 88 02 012 345 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ജർമ്മൻ സർക്കാരിന്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇന്റർനാഷണൽ ടാലന്റ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.